നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്, ഓടി വാ. കഴിഞ്ഞോ എല്ലാം? എങ്ങനെയുണ്ട് നോക്കി. അടിപൊളിയായിട്ടുണ്ട് മോനെ. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സൂപ്പർ. ഏത് ട്രീ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഇച്ചിരി കളറൊക്കെ ഉള്ളതാ ഇഷ്ടം. ഏതാ ഇഷ്ടമായ? റെഡ് ആണോ? എനിക്ക് ഇതാ ഇഷ്ടമായ. ഏതാ? ഈ കോർണറിലുള്ള എനിക്ക് ആ ഒരു കളർ തീം ഭയങ്കര ഇഷ്ടമായി. എല്ലാരും റെഡിലല്ലേ കൂടുതലും ചെയ്യുന്നേ. ഒരു പർപ്പിൾ കളറാണേ. അത് നല്ല കളറാട്ടോ മമ്മി. ഇപ്രാവശ്യം നമ്മള് ബലൂൺസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഓരോ ട്രീക്കും ഓരോ കളറാ കൊടുത്തേക്കുന്നത്. ഒരെണ്ണം റെഡ്, ഒരെണ്ണം ബ്ലൂ, പിന്നെ ഒരെണ്ണം ഗ്രീന്, പർപ്പിള്, പിന്നെ പുൽക്കൂടിന് വാം ലൈറ്റാ കൊടുത്തേക്കുന്നത്. നക്ഷത്രമൊക്കെ ഇട്ടോ അവിടെ? നക്ഷത്രം മൾട്ടി കളറാ കിട്ടിയേക്കുന്നത്. എനിക്ക് വാം ലൈറ്റ് ആയിരുന്നു ഇഷ്ടം. ഇവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കൊറേയൊക്കെ പഴയ സാധനങ്ങളാമേ, നമുക്കെല്ലാം പുതിയത് വാങ്ങാൻ പറ്റും. എല്ലാം അങ്ങനെ മേടിക്കാൻ പറ്റും. പക്ഷെ നന്നായിട്ടുണ്ടോ വെച്ചേ? ഞാൻ എല്ലാ വർഷത്തെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ സൂക്ഷിച്ചു വെച്ച് കൊറേ സാധനങ്ങളായി. നന്നായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഈ പുൽക്കൂട് ഉണ്ടാക്കിയ മമ്മി എന്തോരം എന്നെ പറഞ്ഞു, എന്തോരം ദിവസം ദിവ്യ എടുക്കണേ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക്? പിന്നല്ലേ പുൽക്കൂടിനകത്തേക്ക് ഒന്ന് നോക്കിയാമേ, നല്ല രസമുണ്ട്. അകത്ത് നോക്ക, അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കി. അതന്നെ ഇതന്നെ. അതോ? അത് പശുവിന് വെള്ളം കുടിക്കാനുള്ള സാധനം. പക്ഷെ വെള്ളമില്ല അതിനകത്ത്. അത് കച്ചി. പിന്നെ പശുവിന്റെ തൊഴുത്ത് കണ്ടോ? പശുവിന്റെ കോർണറിലായിട്ട്. ഇത് അതിനകത്ത് ഒന്ന് തീറ്റ തന്നെ. പിന്നെ അതോ? അത് പശുവിനെ നോക്കുന്നവർക്ക് താമസിക്കാനുള്ള. പിന്നെ കുടം കണ്ടോ? വെള്ളം ഒഴിച്ചു വെക്കാനുള്ള. പിന്നെ ഒരു കുളമൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച സമയമില്ലല്ലോ മീ. പിന്നെ പൂക്കളൊക്കെ ഉണ്ടോ? വൈറ്റ് കളറില് പൂക്കള്, പിന്നെ മഞ്ഞ കളറില് പൂക്കള്, പിന്നെ എന്നാ പായല്. പായലൊക്കെ ഉണ്ടോ? പാറപ്പുറത്തൂടെ പായല് പിടിച്ചത് വെള്ളം ഒഴുകുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. വെള്ളം ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളം ഒഴുകി പായല് പിടിച്ച് കിടക്കണ പോലെ. ഇനി എന്നോട് പുൽക്കൂട് ഉണ്ടാക്കുമ്പോ അടി ഉണ്ടാക്കോ? മമ്മിക്ക് എന്നാ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമായേ? എന്തെങ്കിലും ഡീറ്റെയിലിങ്ങോ, പുൽക്കൂടിന്റെ ഡീറ്റെയിലിങ്ങോ, ട്രീയോ, ഇതിൽ ഏറ്റവും ഇഷ്ടമായത് എങ്ങനെയാ മമ്മിക്ക്? ഹൃദയ സ്പർശിയായിട്ട് തോന്നിയതെന്തോ? എനിക്ക് കൂടാ ഇതാ ഇഷ്ടപ്പെട്ടെ. പുൽക്കൂടാണോ ഇഷ്ടപ്പെട്ടെ? അതിനകം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ജോലിക്കാർക്ക് താമസിക്കാനുള്ള വീടൊക്കെ എനിക്ക് ഇഷ്ടമായി. ഇഷ്ടമായോ? ഞാൻ കുറെ കൂടെ ഡീറ്റെയിലിംഗ് കൊണ്ടുവരാട്ടോ. നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ തുടങ്ങണ്ടായിരുന്നു. ഇത്രയും വലിയ പുൽക്കൂടൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴേ ഒരാഴ്ച മുമ്പേ തുടങ്ങണമായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ തുടങ്ങണം പരിപാടികളൊക്കെ. മമ്മി ആ താഴെ ഇട്ടേക്കുന്ന പച്ചപ്പില്ലേ, ആ പച്ചപ്പ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ തനിയെ ട്രീ ഉണ്ടാക്കിയായിരുന്നു. അതിന്റെ വേസ്റ്റ് വന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചതാ. അപ്പൊ അതങ്ങനെ താഴെ ഇട്ട് കൊടുത്ത ഒരു പുല്ല് സെറ്റപ്പ് ഇല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഗുണമുണ്ട് കേട്ടോ. അതെ അതെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? 100-ൽ 100 മാർക്കും തരും ഞാൻ. ആണോ? പക്ഷേ മമ്മി തന്നിട്ട് കാര്യമില്ല, കാണുന്ന ആൾക്കാർ എന്താ തന്നെ എന്നുള്ളത്. ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോ തോന്നില്ല. പക്ഷെ എത്ര ദിവസത്തെ കഷ്ടപ്പാട്, എന്തോരം കഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. 3 ദിവസത്തെ കഷ്ടപ്പാട് ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ. അതെ, എല്ലാരും നമ്മുടെ ട്രീ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എല്ലാരും കമന്റ് ചെയ്യണേ. അതെ, രാത്രി ആകുമ്പോ ഒന്നുകൂടെ എടുത്തിട്ടാ മതി. രാത്രി ആകുമ്പോ നമ്മള് വേറൊരു ഇതിന്റെ ഒരു വിഷ്വൽസ് നമ്മൾ ഇടുന്നതായിരിക്കും. അടിപൊളിയായിരിക്കും രാത്രിയിൽ കേട്ടോ. പകല് കാണുന്നേക്കാളും എനിക്ക് വേറൊരു കാര്യം, എനിക്ക് പുൽക്കൂടയിൽ ഇങ്ങനെ മേളിക്കട ഇങ്ങനെ മാല ബൾബ് ഇടുന്ന വലിയ ഇഷ്ടമില്ല. അതിന്റെ നാച്ചുറാലിറ്റി കളയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ രാത്രി കാണണമെങ്കിൽ അവിടെ ബൾബ് ഇട്ടെങ്കിലല്ലേ കാണുള്ളൂ. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, ഈ പുൽക്കൂടും ട്രീ ആയിട്ട് ആക്ച്വലി വലിയ ലിങ്ക് ഇല്ല. പുൽക്കൂടും ട്രീ ആയിട്ടെ ആക്ച്വലി വലിയ ലിങ്ക് ഇല്ല. തോന്നിയോ മമ്മി? ഫസ്റ്റിന് ഞാൻ ഈ പുൽക്കൂടുണ്ടല്ലോ ഒരു ഡ്രൈ തീമായിരുന്നു ഉദ്ദേശിച്ചത്. ഒരു എന്താ പറയാ, മരുഭൂമി, അതില് കുറച്ച് ഉണങ്ങി വരേണ്ട ചെടികൾ അങ്ങനെ. പക്ഷെ അത് ചെയ്തു വന്നപ്പോ ഒരു രസമില്ലായിരുന്നു. നമ്മളൊരു പച്ചപ്പ് അങ്ങനെയല്ല എപ്പോഴും കണ്ടേക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പുൽക്കൂട്, ഈ ട്രീയിൽ ഈ സാധനങ്ങളൊന്നും ഇടാത്തത് എനിക്ക് ഇടാത്തത് മീൻസ് റിയലിസ്റ്റിക് പുൽക്കൂട്, റിയലിസ്റ്റിക് ട്രീ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയേശു പറഞ്ഞപ്പോ ഇതുപോലെ ഇതേ ബൾബും മാലയും തോരണവും ഒക്കെ ഉണ്ടായിരിക്കും. അതില്ല. പിന്നെ നമുക്ക് കാണുമ്പോ ഉള്ള ഒരു കണ്ണിനൊരു രസം, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു ആനന്ദം വേണമല്ലോ. അതെ അതെ, ഇങ്ങനെ ബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് രാത്രി കാണുമ്പോ രസമായിരിക്കും. ഒരു ട്രീ റെഡ് കളറ്, ഒരെണ്ണം ബ്ലൂ കളറ്, ഒരെണ്ണം ഗ്രീൻ കളറ്, ഒരെണ്ണം പർപ്പിൾ കളറ്, പിന്നെ ഇത് വാം ലൈറ്റ്. സെറ്റ് അല്ലേ? അപ്പൊ നല്ലൊരു ഡ്രസ്സിലൊക്കെ വന്ന് ഹാപ്പി ക്രിസ്മസ് പറയണമെന്നുണ്ടായിരുന്നു. അതിനൊന്നും സമയമില്ല. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ക്രിസ്മസ്.